നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 506 506. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 506. ശ്രീകൃഷ്ണ ലീലാകാന്ഡം. അതിലെ രണ്ടാമത്തെ സർഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ദേവകി വിവാഹം അശരീരി കേട്ട് കംസനെ വസുദേവരെ സാന്ത്വനം ചെയ്യുന്ന ഭാഗം. അതിലെ 28ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. തനിക്ക് നന്മയാശിപ്പോൻ ദ്രോഹം ചെയ്യുക ഒരാളിലും ദ്രോഹബുദ്ധി ഉദിച്ചിടിൽ എങ്ങെങ്ങും ഭയമേവനും. ദ്രോഹബുദ്ധി ഉണ്ടായാൽ അത് എല്ലാവർക്കും ഭയത്തെ ജനിപ്പിക്കുന്നതാണ്, അനുഭവിക്കുന്നവനും അനുഭവിപ്പിക്കുന്നവനും. അതുകൊണ്ട് ഇനി അടുത്ത ശ്ലോകം നോക്കുക, 29. പരദ്രോഹം ചെയ്യുവോൻ്റെ മരണത്തിനു സർവരും കാത്തിരിക്കും. ഇത് നല്ലൊരു ഗുണപാഠമാണ്. ഭാഗവതം നമ്മളെ എത്ര ശ്രേഷ്ഠമായ രീതിയിലാണ് ഉയർത്തുന്നത്. 8, 10, 12 വയസ്സുകളിൽ നാം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പരദ്രോഹം ചെയ്യാൻ പറ്റില്ല. ആരും MLA MP ആയിട്ട് നിൽക്കില്ല. കാരണം എന്താ, വെറുതെ അല്ലല്ലോ നിൽക്കണത്. വെറുതെ നിൽക്കില്ലല്ലോ. ജനസേവനം എന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ ഏത് പാർട്ടി ആണെങ്കിലും. സ്വന്തം കാര്യം സിന്ദാബാദ് അല്ലേ. പിന്നെ എത്ര ആൾക്കാരെ നമ്മൾ ദ്രോഹിക്കണം, MP ആയാലും MLA ആയാലും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ വെറുതെ ഒരു മുഖസ്തുതി പറയല്ല, വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. പരദ്രോഹം ചെയ്യുവോൻ്റെ മരണത്തിനു സർവരും കാത്തിരിക്കും. എന്നിട്ടോ കാത്തിരിക്കും. ജഗത്തിങ്കൽ അതിന് ഇടവരുത്തല. ഭൂലോകത്ത് അതിനുള്ള സംഗതി വരുത്തരുത് എന്ന് പറയണു. അടുത്തത്, ബുദ്ധിമാൻ കരയിപ്പിക്കും അന്ത്യകാലത്തു മന്നിതിൽ. ബുദ്ധിമാൻ കരയിപ്പിക്കും അന്ത്യകാലത്ത് മന്നിതിൽ മറ്റു സർവരെയും എന്ന് പറഞ്ഞെന്താ, ഒരു ബുദ്ധിമാൻ നഷ്ടം വന്നാൽ ലോകത്തിലുള്ളവരൊക്കെ സങ്കടപ്പെടും. നേരെ മറിച്ച് ഒരു ദുഷ്ടൻ മരിച്ചാൽ പരശതം ആൾക്കാരും ചിരിക്കുക ചെയ്യുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബുദ്ധിമാൻ കരയിപ്പിക്കും അന്ത്യകാലത്തു മന്നിതിൽ മറ്റു സർവരെയും. താനോ ചിരിക്കും സൽപ്രവൃത്തിയാൽ. മരിച്ച ആൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. കാരണം ഞാൻ സമൂഹത്തിന് നന്മ ചെയ്തു എന്നുള്ളത് സംഗതി കേൾക്കുമ്പോൾ ഒക്കെ സുഖമാണ്. പക്ഷെ ഇത് പ്രാവർത്തികമാക്കിയാൽ ഉണ്ടാവുന്ന ഒരു ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. മഹാന്മാരരുളി കേട്ടത് ഉര ചെയ്യുകയാണു ഞാൻ എൻ്റേതായിട്ടൊന്നും പറയണില്ല എന്നാണ് പറഞ്ഞത്. മഹാന്മാരരുളി കേട്ട അത് അരുളി കേട്ട മഹാന്മാരരുളി കേട്ടത് ഉര ചെയ്യുകയാണു ഞാൻ. അതാണു ജീവിതം കൊണ്ടു മർത്യൻ നേടേണ്ടത് ഊഴിയിൽ. ഊഴി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ എന്താണ് നേടേണ്ടത്? മഹാന്മാർ നടന്ന വഴിയിൽ കൂടെ നടക്കുക. അതാണ്. അങ്ങേക്ക് ഇതൊന്നും ഞാൻ ഓതിത്തരേണ്ട. പലതിൻ്റെയും പഠിപ്പും ബുദ്ധിയും പാർക്കിൽ എത്രയോ കൂടും അങ്ങയിൽ. അങ്ങ് സർവജ്ഞനാണ്, അങ്ങേക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ സംഗതി വശാൽ എനിക്ക് പറയേണ്ടി വന്നു എന്ന് മാത്രം. അങ്ങേക്ക് ഇതൊന്നും ഞാൻ ഓതിത്തരേണ്ട. പലതിൻ്റെയും പഠിപ്പും ബുദ്ധിയും പാർക്കിൽ എത്രയോ കൂടും അങ്ങയിൽ. വേണ്ടപ്പെട്ടുള്ളവർക്ക് ഉള്ളം വിക്ഷോഭിച്ചരുളേന്തുകിൽ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടുള്ളവർക്ക് ഉള്ളം വിക്ഷോഭിച്ചു ഉരുളേന്തുകിൽ. ബന്ധുക്കൾ വഴി കേട്ടേണം, അതിനാണ് ഉര ചെയ്തു ഞാൻ. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ വിക്ഷോഭമായിട്ടിരിക്കുമ്പോൾ അവരെ ശാന്തിയിലേക്ക് മടക്കി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഇടയിൽ ആർക്കാണ് ബുദ്ധി കൂടുതലുള്ളത്? അവർക്കാണ്. അവരത് ചെയ്തിട്ടില്ലെങ്കിൽ
ആശ്രയദോഷമുണ്ട്. വേണ്ടത് വേണ്ട സമയത്ത് പറഞ്ഞ് വേണ്ടാത്തത് ചെയ്യുന്നവരെ വിലക്കാൻ നമ്മൾ മുതിർന്നിട്ടില്ലെങ്കിൽ അവരും ബുദ്ധിമാനും ഒരേപോലെ കുറ്റക്കാരായിട്ട് മാറും. അതാണ് പറഞ്ഞത്. വേണ്ടപ്പെട്ടുള്ളവർക്ക് ഉള്ളം വിക്ഷോഭിച്ചരുളെന്തുകിൽ ബന്ധുക്കൾ വഴി കാട്ടേണം അതിനാണുര ചെയ്യൂ ഞാൻ. അങ്ങേ സഹോദരിയവൾ മകളെ പോലെയല്ലയോ. അങ്ങേ സഹോദരി, കംസ ചക്രവർത്തി, കംസ മഹാരാജാവേ, ഈ ദേവകി ദേവി അങ്ങയുടെ സഹോദരി അല്ലേ? അങ്ങേ സഹോദരിയവൾ മകളെ പോലെയല്ലയോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം ഉണ്ട് കേട്ടോ. അതായത് സഹോദരൻ്റെ മാനസികാവസ്ഥയെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് സഹോദരി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്ത് വേണം? ശ്രീരാമൻ താടകയെ ഹനിച്ച പോലെ നമ്മൾ ഹനിക്കാൻ നിൽക്കണ്ട. ബ്രഹ്മഹത്യാഭാവം ഉണ്ടാവും. നമ്മൾ വഴിമാറി സഞ്ചരിക്കുക. താടകയെ പോലെ സ്വഭാവമുള്ളവരനെ ഉള്ള വഴിക്ക് ഇല്ലേ? ശ്രീരാമൻ എന്തുകൊണ്ടാണ് താടകയെ വധിച്ചത്? അതുവഴി ആൾ നടന്നിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അരുതാത്തരുത് ചെയ്യരുത്. ലോഭികളായിട്ട്, കാമക്രോധ മത മത്സര ലോഭികളായിട്ട് തന്നെ പറയും. ലോഭ ഭയം, ഇത് ആണ് ഏറ്റവും വലിയ ശത്രുക്കളെ. അതുകൊണ്ട് പറയണു, വിറകൊണ്ടു ഭയപ്പെട്ടു നിൽക്കയാം കരുണാനിധേ. ഇവളെ നോക്കൂ, അവളെ ഒരു വേടൻ്റെ കയ്യിൽ കിട്ടിയ മാൻപേട പോലെ വിറകൊണ്ട് നിൽക്കുകയാണ്. അവളെ സാധുവാദം ചെയ്യൂ, സമാധാനിപ്പിക്കൂ. അവിടുന്നൊരു തൽക്കാല വ്യാമോഹം കൊണ്ടു മാത്രമാം ഈ മട്ടോർത്തത്, അല്ലാതെ ഈ ദൗഷ്ട്യം ചെയ്യില്ലൊരിക്കലും. അതാണ് മഹാന്മാര്, പണ്ഡിതന്മാര് എങ്ങനെയാണ് ഒരു വിമൂഢനെ, വിശേഷപ്പെട്ട മൂഢത്വമുള്ളവനെ ആലോചനാതൽപരന്മാരാക്കി ചെയ്യിക്കാവുന്ന മോശമായ കർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്. ഒരാള് കൊടും ഭീകരനാണ് വിചാരിക്കുക. ആ കൊടും ഭീകരനെ ദണ്ഡങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അതിൻ്റെ വൈദഗ്ധ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാളെ ആകാശം മുട്ടുമാറ് അപ്രീഷിയേറ്റ് ചെയ്ത് തന്നിൽ നിന്ന് ഇങ്ങനൊരു കൊള്ളരുതായ്മ ലോകർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിൽ പറഞ്ഞു ഉയർത്തി. ഏവർക്കും തോന്നും ഈ വണ്ണം പെട്ടെന്ന് ആപത്തു കേൾക്കുകിൽ. ഇത് അങ്ങയുടെ കുഴപ്പമില്ല. ആരാണെങ്കിലും ഇത്തരം സാഹചര്യത്തിൽ തെറ്റ് ചെയ്യാൻ മുതിർന്നേക്കും. പക്ഷേ ഏവർക്കും തോന്നും ഈ വണ്ണം പെട്ടെന്ന് ആപത്തു കേൾക്കുകിൽ ബുദ്ധിമാന്മാരതിൻ തത്വം ഓർത്തു വേഗം പ്രശാന്തരാം. അപ്പോൾ ബുദ്ധിമാനല്ലാത്ത ആളെ ബുദ്ധിമാനാക്കി വസുദേവര് സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വഴിമുട്ടി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധിമാന്മാരിൽ പേവർക്കും തോന്നും ഈ വണ്ണം പെട്ടെന്ന് ആപത്തു കേൾക്കുകിൽ ബുദ്ധിമാന്മാരതിൻ തത്വം ഓർത്തു വേഗം പ്രശാന്തരാം. അതിസങ്കടം ഉള്ളിൽ വിങ്ങും ആ മതിമാനാം വസുദേവൻ ഇത്രയും ഉര ചെയ്തുടനെന്തു ചൊൽവതെന്ന് അറിവാൻ മൗനമിയെന്നു തെല്ലിടാ. ഇത്രയൊക്കെ വലിയ പ്രഭാഷണം ചെയ്തിട്ട് വേദാന്ത സൂക്തങ്ങളെ കൊണ്ട് കംസന്റെ മനസ്സ് ഇളക്കി പ്രതിഷ്ഠിച്ചു. താൻ കേട്ട അശരീരി പൊട്ടയാണ് എന്ന നിലയിൽ വസുദേവർ അദ്ദേഹത്തിനെ ബ്രെയിൻ വാഷ് ചെയ്തു, നല്ല നല്ല വാക്കുകളെ കൊണ്ട്. ഇനി കംസന്റെ മറുപടി എന്താണ് എന്നറിയാൻ കുറച്ച് നേരം മൗനം ഭഞ്ജിച്ചു. മൗനം പൂണ്ടു, ഭഞ്ജിക്കല്ല, മൗനം പൂണ്ടു. അതിസങ്കടമുള്ളിൽ വിങ്ങും മാമതിമാനാം വസുദേവൻ ഇത്രയും മുര ചെയ്തുടൻ എന്തു ചൊൽവതെന്നറിവാൻ മൗനം എന്നു തെല്ലിട. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാഖാണ്ഡേ ദ്വിതീയ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി മൂന്നാം സർഗം തുടങ്ങുകയാണ്. എന്താ മൂന്നാം സർഗം? സത്യപ്രതിജ്ഞ, ധർമ്മവിചാര, പുത്രദാനം. വസുദേവര് കംസനോട് സത്യപ്രതിജ്ഞ ചെയ്യാണ്. എന്ത്? ധർമ്മവിചാരം ചെയ്ത് പുത്രന്മാരെ ദാനം ചെയ്യാം. പുത്രൻ കൊല്ലുന്നാണല്ലോ, അല്ലെങ്കിൽ അങ്ങയുടെ ആയുസ്സിന് അപകടം വരുത്തുന്നല്ലേ, അത് വലുതായാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ.
പുത്രന്മാരെ ഓരോരുത്തരെ അങ്ങേക്ക് തന്നോളാം, അങ്ങ് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എന്നാലും ദേവകി ദേവീനെ, അങ്ങയുടെ സഹോദരിയെ അങ്ങ് കൊല്ലരുത്. അപ്പോൾ മധുരോക്തികൾ ഈ വണ്ണം ഒഴുക്കി അവ കംസനിൽ ഓർക്കാതെ പൂസമുദ്രത്തിൽ പാർന്ന പാൽത്തുള്ളി പോലെയായി. സമുദ്രജലം ഉപ്പുവെള്ളമാണ്. അതിൽ പാൽത്തുള്ളി വീഴ്ത്തിയാൽ ഉപ്പുരസം മാറുമോ? ഇല്ല. ഒഴിച്ച പാലുകൂടി കേടുവരും ഉപ്പുരസായ. പാലിൽ മധുരം വീണാൽ സ്വാദാണ്, പാലിൽ ഉപ്പ് വീണാലോ അല്ലേ? അതുകൊണ്ടാണ് മധുരോക്തികൾ ഈ വണ്ണം ഒഴുക്കുക മധുരോക്തികളെ കംസനിൽ ഓർക്കാതെ ഉപ്പു സമുദ്രത്തിൽ പാർന്ന പാൽ തള്ളി പോലെയായി. കുരുത്തം കെട്ടവൻ്റെ അടുത്ത് വലതും പണ്ട് കാര്യമുണ്ടോ എന്നർത്ഥം. ചേറിൽ കിടക്കും പോത്തിനു വേദമോദിയ പോലെയായി. ഓ മൈ ഗുഡ്നസ്, എന്താണ് ചേറിൽ കിടക്കും പോത്തിന്? വെട്ടാൻ വരുന്ന പോത്തിനെന്നും പറയും. തന്നെ ഉപദ്രവിക്കാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ ചോദിക്കും. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഒരു സന്ത് മഹാരാജ് പോത്തിനെ കൊണ്ട് വേദം ചൊല്ലിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആത്മാവ് ഒന്നാണെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ. അപ്പോൾ ചേറിൽ കിടക്കും പോത്തിനു വേദമോദിയ പോലെയായി, മൂടൻ്റെ മുമ്പിലരുളും സാഹിത്യ കല പോലെയായി. അക്ഷരവിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ മുമ്പിൽ സാഹിത്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വസുദേവനക എന്നോട് ചിലവർ ചോദിക്കും, പുസ്തകങ്ങൾ വലുത് എഴുതിയിട്ടുണ്ടോ? അത് ഞാനൊന്ന് ചിരിക്കും. എന്താ ചിരിക്കണത്? ഒന്നുമില്ല പറയും ഞാൻ. വ്യാസർ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ എഴുതണത്? എന്നാൽ ചിലവരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെയുണ്ട്. അതെ. അപ്പോൾ പുസ്തകം എഴുതിയാലേ കേമന്മാരാവൂ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. വ്യാസർ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കേമന്മാരാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും ചെയ്യും. മഹാഭാരതം വായിക്കൂ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ വായിക്കൂ, തീർച്ചയായിട്ടും കേമനാവും. സംശയമൊന്നുമില്ല, ആ കാര്യത്തിന് സംശയമൊന്നുമില്ല. ഇന്ന് യാദൃശ്ചികമായിട്ട് കുമാരൻ തമ്പി ഇല്ലേ, നല്ലൊരു സിനിമാ ഗാനം എഴുതണ അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹം എത്ര രസകരമായിട്ടൊരു വേദാന്ത സത്യം പറഞ്ഞ് മനസ്സിലാക്കിയ ദിശുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രായം കുറയണോ, പക്ഷേ സ്നേഹത്തിനെ പറ്റിയിട്ടോ പ്രേമത്തിനെ പറ്റിയിട്ടോ കവിത എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹം 25 വയസ്സിലുള്ള പ്രായക്കാർക്ക് പറ്റിയത് എഴുതും, 18 വയസ്സിലുള്ളതിന് എഴുതും, 35, 40, 50, ഇനിയിപ്പോൾ 80, 85കാർക്കും പ്രേമമാവാം. അത് ശാരീരികമല്ല, ആധ്യാത്മികമാണെന്ന് മാത്രം. അപ്പോൾ ശരീരത്തിന് പ്രായമായി എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാനങ്ങനെ പറഞ്ഞ ആളാണ്. കാരണം എന്താ, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധി പ്രാപിച്ചവണ്ണാണ്. വൃദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉയർന്ന രീതിയിൽ വളർന്നവൻ എന്നർത്ഥം. പൂർണ്ണചന്ദ്രനെ പോലെ വൃദ്ധി പ്രാപിക്കുക. കർത്തവാവാണെങ്കിൽ വൃദ്ധി നശിക്കുക. അപ്പോൾ വൃദ്ധകൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ മാറ്റി നിർത്തേണ്ടവരിൽ നിന്നും അവരുടെ അവരുടെ ചെറുപ്പക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിവുള്ളവരാണ് വൃദ്ധരെന്ന് അവർ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഗുണം യുവാക്കൾക്കാണ്. എപ്പോഴും ബാൽക്കണിയിലോ പൂമുഖത്തിൻ്റെ മുക്കിലോ ഹാളിൻ്റെ ഒരു അരുവിലോ മാറ്റി ഇരുത്തേണ്ട ആൾക്കാരല്ല വൃദ്ധകൾ. പിന്നെയോ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് സിംഹാസനത്തിൽ ഇരുത്തി പൂജിക്കേണ്ടവരാണ്. എന്താ കാരണം? വൃദ്ധി പ്രാപിച്ചിട്ടുള്ളവരാണ്, അവരെ ജീവിതം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ വാക്കുകളുടെ ചാതുര്യം നമ്മൾ മറക്കാൻ പാടില്ല. ജ്ഞാനി തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിലയിൽ ഉയരും. അപ്പോൾ ഈശ്വരനൊപ്പം നിൽക്കുന്ന ആളാണ്, ഈശ്വരൻ തന്നെയാണെന്ന് അർത്ഥം.
അതിന് നമ്മൾ ആൾ ദൈവങ്ങളാന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ നമ്മൾ പരിഹസിക്കുകയാണെങ്കിൽ നമുക്ക് നാരായണ ഗുരുവിനെയും ചട്ടമ്പിസ്വാമികളെയും രമണ മഹർഷിയെയും ശങ്കരാചാര്യരെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം അതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ പരിഹസിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് വസുദേവനകാമ്പിലുടൻ ഓർത്താൻ മഹാശയൻ കടും കൈ എന്തു ചെയ്തിടും ഈ ഒരാപത്തു നീക്കണം. അപ്പോൾ ഈ ചേറിൽ കിടക്കുന്ന പോത്തിനോട് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ വസുദേവൻ അകക്കാമ്പിൽ ഉടൻ ഓർത്താൻ മഹാശയൻ കടും കൈ എന്തു ചെയ്തിട്ടും അവിടെ ഒരു കോമഡി ആവശ്യമുണ്ട്. എന്താ? വസുദേവൻ അകക്കാമ്പിൽ ഉടൻ ഓർത്താൻ മഹാശയൻ കടുങ്കൈ എന്തു ചെയ്തിട്ടും ഈ ഒരാപത്തു നീക്കണം. അപ്പോൾ ഇവിടെ മഹാശയൻ ആരാ? മഹാശയൻ വസുദേവനാണ്. അപ്പം മഹാശയനായിരിക്കുന്ന വസുദേവര് കടുങ്കൈ എന്തും ചെയ്യാൻ ബുദ്ധിമോശം കാണിക്കാവുന്ന കംസനിൽ നിന്നുണ്ടാവുന്ന ആപത്തിനെ നീക്കാൻ തൻ്റെ മനസ്സിനെ പ്രേരിപ്പിക്കണം. അതുകൊണ്ടാണ് പിന്നെ ദൈവേശ പോലെല്ലാം വരും തെറ്റില്ല എനിക്കതിൽ. പറയേണ്ടത് പറഞ്ഞിട്ടും പറഞ്ഞത് കേൾക്കാതെ കണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കണോ അത് ദൈവേശയാണെന്ന് നമുക്ക് വിചാരിക്കാം. നേരെ മറിച്ച് അർഹതപ്പെട്ട സ്ഥലത്ത് അർഹമായ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിന് ഉത്തരവാദി മൗനം പൂണ്ട വിദ്വാനാണ്. അപ്പോൾ വിദ്വാന് മൗനം ഭൂഷണം എവിടെ? സാഹചര്യങ്ങൾ. അപ്പം ചില സാഹചര്യങ്ങളിൽ മറ്റുള്ള ജീവജാലങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്വയം താണു കൊടുക്കണം, അവരെ കുറച്ച് പൊക്കി പറയണം. അതിനാണ് ആവശ്യം നടക്കണമെങ്കിൽ കഴുതക്കാലും പിടിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ പറയണു പിന്നെ ദൈവേശ പോലെല്ലാം വരും തെറ്റില്ല എനിക്കതിൽ. ഞങ്ങൾക്ക് ഉണ്ണികളുണ്ടാകും മുമ്പുതാൻ ഈ മഹാഖലൻ. ഉണ്ണികളെ കൊന്നാൽ അവിടെ ഒരു 10-30 വർഷം മുമ്പേ നമ്മൾ സാമൂഹ്യമായിട്ട് പറയുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീകൾ ഗർഭം ധരിച്ച് പ്രസവിക്കണ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഡോക്ടർമാർ ചോദിക്കും അച്ഛനമ്മമാരോട്, നിങ്ങൾക്ക് കുട്ടിയാണോ വേണ്ടത് തള്ളയാണോ വേണ്ടത് എന്ന്. അപ്പോൾ അവർ പറയും ഏത് സാഹചര്യത്തിലും തള്ള മതി. കാരണം എന്താ? തള്ള ആരോഗ്യമായിട്ട് തിരിച്ചു വന്നാൽ വീണ്ടും പ്രസവിക്കും. നേരെ മറിച്ച് കുട്ടി മതി എന്ന് പറഞ്ഞാൽ തള്ള മരിച്ചാൽ ഈ കുട്ടീനെ പരിപോഷിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേറെ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ വളരെ കർശനമായിട്ട് മനസ്സിലാക്കേണ്ട തത്വശാസ്ത്രങ്ങളാണ്. ഇതിനോട് മുഖം തിരിച്ചാൽ നമ്മൾക്ക് വലിയ ആപത്തുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന സുസൂക്ഷ്മമായ തത്വശാസ്ത്രങ്ങളെ നമ്മൾ അപഗ്രന്ഥിച്ച് സ്വീകരിച്ച് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ശാപവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ നരകത്തിൽ പതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയണോ പിന്നെ ദൈവേശ പോലെല്ലാം വരും തെറ്റിൽ എനിക്കതിൽ. ഞങ്ങൾക്ക് ഉണ്ണികളുണ്ടാകും മുമ്പുതാൻ ഈ മഹാകലൻ മരിച്ചേക്കാം. അതല്ലെങ്കിൽ ഈശ്വരേശയ്ക്കുതാൻ ജയം. മർത്തൻ്റെ കഴിവിന് എല്ലാം അതിൽ നിൽപ്പ എത്ര മോളിലാം. അവിടെ വലിയൊരു വേദാന്ത സത്യം വരുന്നുണ്ട്. മഹാകലൻ മരിച്ചേക്കാം. ഏതേ? ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ണി ഉണ്ടാവുമ്പോഴേക്കും ഇയാൾ മരിച്ചു എന്നും വരാം. മഹാകലൻ മരിച്ചേക്കാം. അതല്ല എങ്കിൽ ഈശ്വരേച്ഛയ്ക്കുതാൻ ജയം. ഈശ്വരൻ എന്ത് ഇച്ഛിക്കണോ അതേ ജയിക്കുകയുള്ളൂ. ഞാനും നിങ്ങളും കർമ്മം ചെയ്തു എന്നോ അല്ലെങ്കിൽ ഞാനും നിങ്ങളും വിചാരിച്ചതിനോ. ചിലവരുണ്ട് വലിയ വലിയ ആൾക്കാർ, എഴുത്തുകാരാണെന്നൊക്കെ സ്വയം വിചാരിക്കുന്ന ആൾക്കാർ. ഒരു കുട്ടി മരണത്തിൽ മല്ലിടുമ്പോൾ 10,000ങ്ങളുടെ
പ്രാർത്ഥനകൾ ദൈവം നിരാകരിച്ചു. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. ദൈവമൊന്നും നിരാകരിക്കണില്ല. ദൈവഹിതത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങൾ ആരാ? 10,000 അല്ല, ലക്ഷങ്ങളായാലും ശരി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവേച്ഛയ്ക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്ഷമയോടുകൂടി ഇതൊക്കെ വായിച്ച് പഠിച്ചാലേ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലെന്ത് സാങ്കത്യം, എന്താ പട്ടാമ്പിക്ക് സുഖമില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതല്ലെങ്കിൽ ഈശ്വരേച്ഛയ്ക്കുതാൻ ജയം, മർത്യൻ്റെ കഴിവെന്നെല്ലാം അതിൻ നിൽപ്പ് എത്രയോ മോളിലാം. മനുഷ്യൻ്റെ വിചാരധാരകൾക്ക് എത്രയോ മേലെയാണ് ഈശ്വരഹിതം കിടക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് പറയാൻ കാരണം. തുറന്നു ചൊല്ലിനാൻ ധൈര്യസമേതം യദുപുങ്കവൻ. യദുകുലവംശ ശിരോമണിയായിരിക്കുന്ന ആനകദുന്ധുവി എന്ന പേരിന് പാത്രീഭൂതനായിരിക്കുന്ന വസുദേവര് തുറന്നു ചൊല്ലിനാൻ ധൈര്യസമേതം യദുപുങ്കവൻ. ഇതൊന്നുകൂടി കേൾക്കണം ഹേ കംസ അളിയ. അങ്ങനെയാണല്ലോ, കംസൻ അളിയനാണല്ലോ ഇപ്പോൾ, ചക്രവർത്തി മഹാരാജാവേ, ഇതൊന്നുകൂടി കേൾക്കണം. ഭയമുള്ള കിടാങ്ങളെ ജനിച്ചാലുടനെ കൊണ്ടു തന്നിടാം. സത്യമാണു ഞാൻ വസുദേവന്റെ അല്ല ജഗത്തിൻ വാക്യം ഭാഗ്യവായ്പിനാൽ. എന്തപ്പോ പറഞ്ഞത്? ഞാൻ വസുദേവര് സത്യം പറയുന്നു, എനിക്ക് ദേവകിയിലുണ്ടാവുന്ന കുട്ടികളെ അങ്ങയ്ക്ക് തന്നുകൊള്ളാം. ആലോചിച്ചു നോക്കൂ. തുറന്നു ചൊല്ലിനാൻ ധൈര്യം ധൈര്യസമേതം യദുപുങ്കവൻ. ഇതൊന്നുകൂടി കേൾക്കണം. ഭയമുള്ള ഇടാങ്ങളെ ജനിച്ചാലുടനെ കൊണ്ടേ തന്നിടാം. സത്യമാണു ഞാൻ വസുദേവന്റെ അല്ല ജഗത്തിൻ ഭാഗ്യവായ്പിനാൽ. ആ മൂർഖനെന്തോ വാടിയിടും മുഖത്തോടെ മടങ്ങിനാൻ. അതിൽ വീണു. അത് അദ്ദേഹം സമ്മതിച്ചു, കംസൻ സമ്മതിച്ചു. അതാണ് ഈശ്വരഹിതം എന്ന് പറഞ്ഞത്. ആ മൂർഖൻ എന്തോ വാടിയിടും മുഖത്തോട് മടങ്ങിനാൻ. പരിപൂർണ സമ്മതത്തോട് കൂടിയിട്ടല്ല, എന്നാലും അദ്ദേഹം മടങ്ങി. ഈശ്വരേച്ഛയ്ക്കു മുമ്പാഞ്ഞു നോക്കും മൂഢത്വമെന്ന പോൽ. ഈശ്വരേച്ഛയ്ക്ക് മുമ്പ് ആഞ്ഞു നോക്കും മൂഢത്വമെന്ന പോൽ. കംസനെ വധിക്കും എന്നുള്ളത് ഉറപ്പാണ് ശ്രീകൃഷ്ണൻ. അതിപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്താലും ശരി. അപ്പോൾ ആ മൂഢത്വത്തോട് കൂടിയിട്ട് പോയത് ഭഗവാന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. തെളിഞ്ഞു ദിങ്മുഖം. പാർശ്വങ്ങൾ 8 or 10 ദിക്കുകൾ നമുക്ക് പറയാം. ഇടം വലം, പിന്നെ മുൻപ് പിമ്പ് മേലെ കീഴ്, അതിൻ്റെ പാർശ്വ ഇൻ ബിറ്റ്വീൻസ്, അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ തെളിഞ്ഞു ദിഗ്മുഖം പത്നി സമേതൻ യദുപുങ്കവൻ. ദേവകി ദേവിയോടുകൂടി സന്തോഷിച്ചിട്ട് തൻ്റെ സ്ഥലത്തിലേക്ക് യാത്രയായി. തെളിഞ്ഞു ദിഗ്മുഖം പത്നി സമേതൻ യദുപുങ്കവൻ. വാദ്യഘോഷത്തോടും ചെന്നു പൂകിനാൻ മണിമന്ദിരം. കാലമേറെ കഴിഞ്ഞില്ല ദേവകി ദേവി അങ്ങിനെ പ്രസവിച്ചാൾ. ആണ്ടുതോറും ഓരോ ഗച്ചുകിടാവിനെ. അധികം കാലൊന്നും ആയില്ല, കാലമേറെ കഴിഞ്ഞില്ല ദേവകി ദേവി അങ്ങിനെ പ്രസവിച്ചാൾ. ആണ്ടുതോറും ഓരോ വർഷം ഓരോ കുട്ടികളെ പ്രസവിച്ചു. ഓരോ കൊച്ചുകിടാവനെ വസുദേവൻ ഉൾക്കാമ്പിലോർത്തു പോയോരു തെല്ലിട. ഒരു ലേശം ഇങ്ങനെ ആലോചനാമഗ്നനായി ആരെ? വസുദേവര്. എന്നിട്ടോ സത്യത്തെയോ പുത്രനെയോ വിടേണം, രണ്ടിലൊന്നു ഞാൻ സത്യത്തെ വിടണോ പുത്രനെ വിടണോ? പുത്രനെ വിടുക, കുട്ടികളെ വിടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇരിക്കാന്നോ? സത്യത്തെ വിട്ടാലോ നരകം ഫലം. സത്യത്തെയോ പുത്രനെയോ വിടേണം, രണ്ടിലൊന്നു ഞാൻ. സത്യം ഈശ്വരനാം. ട്രൂത്ത് ഈസ് ഗോഡ്, ഗോഡ് ഈസ് ട്രൂത്ത്. എന്തുകൊണ്ട് നമ്മൾ 8, 10, 12 വയസ്സിൽ പഠിച്ചില്ല? അച്ഛനമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സത്യമാണത്.
എനിക്ക് ആ കാര്യത്തിൽ ഐ ആം വെരി ബ്ലസ്ഡ്. കുട്ടിക്കാലത്ത് ഞാൻ SSLC തോറ്റു. അച്ഛനോട് ചോദിച്ചു, ഞാനൊരു കണ്ടക്ടറാവട്ടെ ചോദിച്ചു. എന്തിനാ നേരം വിളിച്ചായാൽ വൈകുന്നേരം വരെ എത്ര ആളെ ചവിട്ടണം, എത്ര ആൾ ദേഷ്യപ്പെടും, എത്ര ആളോട് സോറി പറയണം, എത്ര ആൾ തന്നെ ചവിട്ടും, എന്നാ വേണ്ട ഒരു സ്റ്റേഷനറി. ഓഹോ, തരക്കടൊന്നുമില്ല. തനിക്ക് വല്ല വ്രതമുണ്ടോ? കുറേ ആൾക്കാരെ ക്യാൻസർ പേഷ്യൻ്റ് ആക്കാം, സിഗരറ്റ്, അന്നൊക്കെ പാസിൻ ഷോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, കൂൾ എന്ന് പറഞ്ഞ സാധനം നല്ലതൊന്നും ഉണ്ടായിരുന്നു. ഞാനും പുക വിട്ട് നോക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കൂൾ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ പനാമ, ചാർമിനാർ, പലതുണ്ട് ഹൈ ഡെൻസിറ്റി സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ക്യാൻസർ വരുന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ കരളൊക്കെ പോയി ക്യാൻസറോ എന്തൊക്കെ വേണോ അതൊക്കെ വരാം. എന്തിനാ അതൊക്കെ? ആ അച്ഛനെ ഞാൻ എത്ര നമസ്കരിച്ചാലും പോരാ. കാരണം ഞാൻ ഭാഗവതമായിട്ടും ദേവി ഭാഗവതമായിട്ടും ശ്രീകൃഷ്ണ കഥാമൃതമായിട്ടും അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. അതാണ് സന്തോഷം. ഞാൻ ഓരോ എപ്പിസോഡിലും ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനെ ഒരു മന്ത്രദൃക്കാക്കിയിട്ട്. കുറേ ബുദ്ധിയുള്ളപ്പോഴായിരിക്കും എൻ്റെ പേരിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. രാജഗോപാലം, യന്ത്രത്തിൽ വെച്ചിട്ട് വലിയ യന്ത്രമാണത് രാജഗോപാലം. സുദർശനത്തിനേക്കാൾ വലുതാണ് രാജഗോപാലം. അതേമാതിരി യജ്ഞം, യാഗം, ഇങ്ങനെ പലതും. അപ്പോൾ ആ പേര് എനിക്ക് തന്നിട്ടുള്ള ആ അഭിമന്യ പിതാവിനോട് നമ്മൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടൊരു അടുപ്പം. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യം ഈശ്വരനാം പുത്രൻ ദേഹസംബന്ധി മാത്രമാം. ഓ മൈ ഗുഡ്നസ്! ഇവിടെയാണ് ലൗകികതയെ വീറ്റോ ചെയ്യുന്ന ആധ്യാത്മികതയാണ്. എന്താ പറഞ്ഞത്? ലൗകികതയെ, മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കുന്ന ഒരു പരുവത്തിലപ്പം നമ്മൾ നിൽക്കുന്നത്. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, ഈശ്വരനിലേക്ക് അടുക്കാൻ നമ്മൾക്ക് വിമുഖമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നതാണ് കുട്ടികളോടുള്ള ആശാപാശം. വീടിനോട്, തറവാട്ടിനോട്, അല്ലെങ്കിൽ അവരവരുണ്ടാക്കിയിട്ടുള്ള പറമ്പിനോട്, അവരവരുടെ ബാങ്ക് അക്കൗണ്ടിനോട്, പിന്നെ ഐദർ സ്പൗസ്, ഭാര്യയ്ക്ക് ഭർത്താവ് പോരാ, ഭർത്താവിന് ഭാര്യ പോരാ എന്നുള്ള ചിന്തകൾ. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, ഇത് മൂന്നിനും കാട്ടിക്കളയാൻ തയ്യാറായാൽ മാത്രമേ ഈശ്വര അതിപ്പോൾ ഇവരൊക്കെ നമ്മൾ ദുർനയത്തോടു കൂടിയിരിക്കണം എന്നല്ല പറഞ്ഞേണ്ടത്. അർഹമായ സ്നേഹാദരവുകൾ കൊടുക്കാമെന്നല്ലാണ്ട് ആസക്തിജന്യമായ ആറ്റിറ്റ്യൂഡ് വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. സത്യം ഈശ്വരനാം പുത്രൻ ദേഹസംബന്ധി മാത്രമാം, അതിനാൽ ഏവനും സത്യം വിട്ടാൽ കൈവിടും ഈശ്വരൻ. ഇനി എന്താ കൊണ്ട്? എത്ര വലിയ ഒരു പാണ്ഡിത്യമാണ് ഇവിടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണത്. അതിനാൽ ഏവനും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും സ്വധർമ്മ പരിപാലനം, ഈശ്വരോപാസന നടത്തണം തന്നെയാണ് പറഞ്ഞത്. അതിനാൽ ഏവനും സത്യം വിട്ടാൽ കൈവിടും ഈശ്വരൻ. നേർവഴിക്ക് നടന്നിടുന്നവനാം ധർമ്മസങ്കടം. ശരിയാണ്, ശരിയാണ്, ശരിയാണ്. 1 വട്ടം, 2 വട്ടം, 3 വട്ടം നേർവഴിക്ക് നടന്നിടുവാനാം ധർമ്മസങ്കടം. പക്ഷെ ആ ധർമ്മസങ്കടത്തിൽ ഒരു മാധുര്യമുണ്ട്, ഒരു മാധുര്യമുണ്ട്. എമ്മട്ടിലാകിലും ധർമ്മം ത്യജിക്കരുതു മാനുഷൻ. ഏത് സാഹചര്യത്തിലും ധർമ്മത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മൾക്ക് വേണ്ട എന്ന് സ്ത്രീ പുരുഷന്മാര് ഉറപ്പിച്ച് പറയണം. അച്ഛനമ്മമാർ, കുട്ടികളൊക്കെ ഉറപ്പിച്ച് പറയണം. ഇപ്പം അടുത്തുകൂടി ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു 4-4.5 കൊല്ലമായിട്ട് മക്കളൊക്കെ നല്ല നിലയിലാണ്. അതുവരെ ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു. തനിക്ക് അങ്ങനെ വേണം. 1.5 കോടി രൂപയുടെ എന്താണെന്ന് പറയുക, 1952 അദ്ദേഹത്തിന് അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 1.5 കോടി രൂപയുടെ മൂല്യമുള്ള ഈ പടിഞ്ഞാറേമഠം ക്ഷേത്രം
നിങ്ങളൊരു പ്രിൻസിപ്പിളിൻ്റെ മുകളിൽ ഒരു ആദർശത്തിൻ്റെ മുകളിൽ അന്നത്തെ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് സറണ്ടർ ചെയ്തില്ലേ? ശരിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലം വിഴുങ്ങി എന്നുള്ള പേരില്ലാതെ കണ്ട് സ്വതസിദ്ധമായ രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതോടുകൂടി വർത്തമാനം അവിടെ അവസാനിച്ചു. എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റാണ് ജീവിതത്തിൽ ശ്രേഷ്ഠത എന്നാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല മക്കളെ. എന്നാൽ സ്ലോലി ആൻഡ് സ്റ്റഡിലി എല്ലാം നമുക്ക് അനുഭവിക്കാൻ ദൈവം തന്നിട്ടുമുണ്ട്. പോരെ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നേർവഴിക്കു നടന്നിടുന്നവനാം ധർമ്മസങ്കടം എമ്മട്ടിലാകിലും ധർമ്മം ത്യജിക്കരുതു മാനുഷൻ. മർത്യൻ്റെ മേന്മ അഖിലം സത്യധർമാതിമൂലമാം. മർത്യൻ്റെ മേന്മ അഖിലം സത്യധർമാതിമൂലമാം. സത്യപ്രാപ്തിക്ക് എന്തു തന്നെ ഉപേക്ഷിക്കാം മഹാജനം. സത്യപ്രാപ്തി ഉണ്ടാവാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതൊക്കെയാണ് വലിയ വലിയ കഥകളിൽ ശ്രീകൃഷ്ണൻ തന്നെ സത്രാജിത്തിന് കിട്ടിയിട്ടുള്ള സൂര്യനാൽ പ്രദാനം ചെയ്തിട്ടുള്ള സെമന്തകമണി രാജാവിനല്ലേ വേണ്ടത്? രാജാവിനല്ലേ പ്രജകളെ പ്രജകളെ പാലിക്കാൻ കൂടുതൽ ധനം രാജാവിനല്ലേ വേണ്ടത്? അതുകൊണ്ട് സെമന്തകമണി രാജാവിന് കൊടുത്തൂടെന്നേ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും അത് അനിയൻ കഴുത്ത് കെട്ടി പോയി. അത് കുതിരേനെ സിംഹം കൊന്നു, സിംഹത്തിനെ ജാമ്പവാൻ കൊണ്ടുപോയി. അല്ലേ? കഥ എല്ലാവർക്കും അറിയാം. ഈ കഥകളൊക്കെ നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മൾ തെറ്റല്ലേ ചെയ്യണത്? സ്വത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അടിപിടി കൂടണത്? അതുകൊണ്ടാണ് പറഞ്ഞത് മർത്യൻ്റെ മേന്മ അഖിലം സത്യധർമാതിമൂലമാം. സത്യപ്രാപ്തിക്ക് എന്തു തന്നെ ഉപേക്ഷിക്കാം മഹാജനം. ഹരിശ്ചന്ദ്രനൊക്കെ തൻ്റെ മകനെ, തൻ്റെ ഭാര്യനൊക്കെ ത്യജിച്ചു. ഒടുക്കം കാലം ബ്രഹ്മാവും മഹാവിഷ്ണു പരമശിവനൊക്കെ വന്ന് അവരെ ബ്ലസ് ചെയ്തു. പക്ഷെ കഥ വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.